അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. പോലീസ് എന്നോട് നന്നായിട്ടാണ് പെരുമാറിയത്, നിങ്ങളാണ് എന്നെ ഗുണ്ട എന്ന് വിളിക്കുന്നത് എന്ന്. പിന്നെ ഗുണ്ടകളെ പിന്നെ ഗുണ്ടകൾ എന്നല്ലാതെ കുണുവാവ എന്ന് വിളിക്കാൻ പറ്റുമോ? പറഞ്ഞത് കേട്ടോടാ. കോടതിയെ സമീപിച്ചാൽ സമയം കൂടുതൽ എടുക്കും, അതുകൊണ്ട് നിങ്ങൾ വഴി സെറ്റിൽ ചെയ്ത് തരണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകളാണ് അല്ലേ അനൂപ്? വരുന്ന ആൾക്കാർ ചിലപ്പോൾ ഫുൾ എമൗണ്ട് നിങ്ങൾ എടുത്തോന്ന് പറയും, അന്നേരം നമ്മളത് എടുക്കാറില്ല. നമ്മൾ ചിലപ്പോൾ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ചെയ്തു കൊടുക്കും. എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ, അടുക്കുമ്പോഴല്ലേ ആളുകളെ പിടികിട്ടുന്നത്. അനൂപ് അവിടെ ആ ഓപ്പൺ സ്പേസിൽ അത്രയും ആളുകളെ കൂട്ടി മദ്യസൽക്കാരം നടത്തുവാൻ അനൂപിന് എങ്ങനെ കഴിഞ്ഞു? അതന്നത്തെ ചോരത്തിളപ്പിന് പോലീസ് അത്ര നല്ല ഉദ്യോഗസ്ഥന്മാർ അവരെ വന്ന് ചെക്ക് ചെയ്തിട്ടാണ് കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ടാണ് പോയത്. അല്ലെങ്കിൽ നിങ്ങൾ കാരണം ഈ പോലീസിന് എത്ര സമ്മർദ്ദം വരുന്നതെന്ന് അറിയാം. മോളിന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട ഭാവം പോലുമില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ തെറിയും അടിയും. ഇന്നലെ ന്യൂസ് 8 അടക്കമുള്ള വിവിധ മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടത്, ആ ദൃശ്യങ്ങൾ, ആ റീൽസുകൾ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് പോലീസ് ഇപ്പോൾ നടപടി സ്വീകരിച്ചത്. ഒരു കയ്യബദ്ധം. അനൂപ് തന്നെ പറയുന്നുണ്ടല്ലോ, ഇന്ന് പോലീസ് കേസെടുത്തു, സ്റ്റേഷൻ ജാമ്യത്തിൽ അനൂപിനെ വിടുകയും ചെയ്തു. അപ്പോൾ അടുത്ത പണിക്കുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. സാറിന് ടോയ്ലറ്റ് പോകുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കുന്നു. പോലീസ് പറയുന്നത് നാട്ടിലെ ആളുകൾക്ക് ജനമൈത്രി പോലീസ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളും കാണുന്ന സംഭവങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഗുണ്ടാമൈത്രി പോലീസാണ് കേരളത്തിലുള്ളത്. അനൂപ് തന്നെ പറയുന്നുണ്ട് അദ്ദേഹം 2 കേസിൽ കൊലക്കേസിൽ രക്ഷപ്പെട്ടു എന്ന്. കോടതി വെറുതെ വിട്ടുന്നു. കോടതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂഷനും പോലീസും പരാജയപ്പെട്ടു. ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, 4 കസാര ഇടാണ്ട് ഒരു ചാനലിലാണ്ടിരിക്കുക. പറഞ്ഞാൽ മനസ്സിലായി. നിങ്ങൾക്ക് എന്താണ് പണി? അനൂപിനെന്താണ് പണി? ശിക്ഷയുടെ കാലാവധി തീർന്നു. പക്ഷെ ഒരുത്തനെ തട്ടിയിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം. എന്റെ പണി ഞാൻ സാധാരണ കുടുംബത്തുമായി ജീവിക്കാണ്. പറഞ്ഞ മനസ്സിലായ നിങ്ങൾക്ക് ഇതല്ലാണ്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് ശമ്പളം കിട്ടുന്നു? നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്, പണിക്ക് പോടോ. പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. നമ്മളിപ്പോ നേരിട്ട് പാർട്ടിയാ. ആ പണിക്ക് തന്നെ പോയാണ് കുടുംബം പുലർത്തുന്നല്ല. അനൂപ് ഗുണ്ടാപ്പണി എടുത്തിട്ട് ഇവിടെ വന്ന് തർക്കിക്കാൻ വരണ്ട. അനൂപ് ഗുണ്ടാപ്പണി എടുത്തിട്ട് ഇവിടെ വന്ന് തർക്കിക്കാൻ വരണ്ട. സൂക്ഷിച്ച് സംസാരിച്ചില്ല എന്റെ വിധമാറും. ആളാരെന്നൊന്നും ഞാൻ നോക്കൂല. അനൂപ് ഗുണ്ടാപ്പണി എടുത്തിട്ട് ഇവിടെ വന്ന് തർക്കിക്കാൻ വരണ്ട. അനൂപ് നിരവധി ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. ആ വക ഭർത്താവിനെ ഇങ്ങോട്ട് പറയണ്ട അനൂപ്. നിനക്കൊക്കെ എന്നെ ശരിക്കും അറിയാൻ പാടില്ല. അനൂപിന്റെ പണി എന്താ? ഞങ്ങൾക്കൊക്കെ പറയാനായിട്ട് ഒരു തൊഴിലുണ്ട്. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അതോ തർക്കം പരിഹരിക്കാൻ അനൂപാരാ? സ്ഥലത്തെ CAO SHOയോ ആരാ? നിങ്ങളെ തേടി വരാൻ പറയാം. ഇവിടുത്തെ പോലീസിൽ വിശ്വാസമില്ലാതെ വരുമ്പോഴാണ് ഗുണ്ടകളെ തേടി പോകുന്നത്. അനൂപ് തന്നെ സ്ഥാപിക്കുന്നുണ്ട് അനൂപ് ഒരു കൊലക്കേസിലെ പ്രതിയാണെന്ന്, നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണെന്ന്. മറ്റു തൊഴിലെടുത്തായിട്ട് വിവരമില്ല. പോലീസിന്റെ പട്ടികയിൽ, ഗുണ്ടാ പട്ടികയിലുള്ള വ്യക്തിയാണ് അനൂപ്. എല്ലാരോടായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. അനൂപ് മറ്റാരും ചേർത്തി തന്നല്ലോ, പോലീസിന്റെ തന്നെ പട്ടികയിലുള്ളയാളല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. നമ്മളൊരു 4 കൊല്ലം ജയിലിൽ കിടന്നിട്ട് ഒരു സൈക്കാട്രി പേഷ്യന്റ് ആണ്. പറഞ്ഞ മനസ്സിലായി. ഞാൻ അമലയിലെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. എനിക്ക് അതിന്റെ ഒരു ഇതുണ്ട്. പറഞ്ഞ മനസ്സിലായി. ഒരു മാനസികമായിട്ട് തളർന്നിരിക്കുകയാണ്. അപര വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം, പൊസഷൻ സ്റ്റേറ്റ് തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.